അങ്ങനെ രാവിലെ അമ്മയ്ക്കും ഉമ്മയും കൊടുത്ത് നമ്മൾ വേറെ എങ്ങുമല്ല പോകുന്നത്, നമ്മളൊരു വർക്കിന് പോവുകയാണ്. സോ പിന്നെ നമുക്കൊരു വർക്കിൻ്റെ വിശേഷം കണ്ടാലോ. ഒരു ചെറിയ ഗ്യാപ്പ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് തരാമെന്ന് പറഞ്ഞത്. സാധാരണ എല്ലാം നമ്മൾ ബ്രൈറ്റ് സൈഡ് വീഡിയോസും ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് റിവ്യൂസും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ബ്രൈഡ് പറയുന്നുണ്ട്. ആളുടെ എൻഗേജ്മെൻറ്റും മെഹന്തി ഒക്കെ തന്നെ നമ്മളായിരുന്നു കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രൈഡിൻ്റെ റിവ്യൂസും ഈ വീഡിയോയ്ക്കകത്ത് എന്നെക്കാട്ടിലും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ബ്രൈഡ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും കേൾക്കാം. ഇന്ന് എൻ്റെ കല്യാണമാണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് ഇവർ നന്നായിട്ട് ഒരുക്കി. ഇന്നലെ എൻ്റെ മെഹന്തി ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ റിവ്യൂ കിട്ടി, കുറേ പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു സുന്ദരി എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കളിയാക്കും, കറിയും 10-100 വട്ടം പറയാറുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ ഒരുക്കിയത്. ഞാനൊരു സുന്ദരി തന്നെയായിരുന്നു ഇന്നലെ, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. ഇന്നത്തെ ഇനി ഒരുക്കിയിട്ട് ബാക്കി പറയാം. ചെയ്തു, നെറ്റൊക്കെ ഇട്ടു, പിന്നെന്താ ചെയ്ത് ഫ്ലവറൊക്കെ വെച്ചു, സെറ്റായി. ഇനി ഞങ്ങൾ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളെ ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡ് സംസാരിച്ച് ഭയങ്കര ചില്ലായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്രൈഡിനെ എനിക്ക് കിട്ടിയത് കേട്ടോ. അതെ, അരുണിമയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അവൾക്ക് പറയാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ കണ്ണാടി കണ്ടില്ല, ലാസ്റ്റ് കാണിക്കുള്ളൂ. ഞാൻ അന്നോട്ടേ പറയാറുണ്ട് എനിക്ക് ലാസ്റ്റ് കണ്ടാൽ മതി, ലാസ്റ്റ് കണ്ടിട്ട് അന്നത്തേക്കൂട്ട് ഞാനൊരു എക്സ്പ്രഷൻ അങ്ങോട്ട് തരും കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡ് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിന് നമുക്ക് ഈ വർക്കിനെ പറ്റി പറയാം. ഈ സംസാരിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും കുറേ നാളത്തെ പരിചയമുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത് എൻഗേജ്മെൻറ്റ് ടൈമിലാണ്. എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ട് ആണ് നമ്മുടെ ഈ ഒരു ബ്രൈഡ് വന്നിട്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര കമ്പനി, ഭയങ്കര കാര്യമായിട്ടാണ് കേട്ടോ നമ്മളോട് നിൽക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റ് നമ്മളൊരു ഗ്ലാസ് സ്കിൻ മേക്കോറും, വെഡ്ഡിങ്ങിന് നമ്മളൊരു എയർ ബ്രഷ് ആൻഡ് മെഹന്തി ഡേക്ക് നമ്മളൊരു ഗ്ലാസ് സ്കിൻ മേക്കോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ആൾക്ക് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വേണ്ടി ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു. ലാസ്റ്റ് ഒരുക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. എൻഗേജ്മെൻറ്റ് ടൈമിൽ ചെറിയൊരു ഡൗട്ടുണ്ട്, കാരണം നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ടെൻഷൻ മാത്രമേ ഉള്ളായിരുന്നു, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടില്ല കേട്ടോ. പക്ഷേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറേ നല്ല റിവ്യൂസ് കിട്ടിയപ്പോഴേക്ക് ആൾ കംപ്ലീറ്റ് ടെൻഷൻ ഫ്രീ ആയി. എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഇഷ്ടത്തിന് ചെയ്തു. എനിക്ക് കണ്ണാടി പോലും ലാസ്റ്റ് കണ്ടാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയും, ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കാമെന്ന് പറയുമ്പോഴും വേണ്ട എനിക്ക് ലാസ്റ്റ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്തോ നമ്മളെ ഭയങ്കര വിശ്വസിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ദൈവം സഹായിച്ച് എന്നോടുള്ള വിശ്വസ്തത എനിക്ക് നല്ലോണം ഇതാക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. ഓരോന്നായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ടോ? ഫൈനൽ ലുക്ക് ആയോടാ? ഫൈനൽ ലുക്കായി വരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ ഇനി ഒന്നും സംസാരിക്കാനില്ല, ഡബ് ചെയ്യാനില്ല, എല്ലാം ഞാൻ തന്നെ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലുക്ക് ഞങ്ങൾ കണ്ടിട്ട് പറയാം. സ്കേർട്ടൊക്കെ ഇടണം, സുന്ദരി ആക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ കണ്ണാടി ജസ്റ്റ് ഒന്ന് കാണിച്ചു. എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ അന്നേരം ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വാ ഹിന്ദിക്കാരികളുടെ കൂട്ടുണ്ട്. ആക്ച്വലി ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തില്ല, എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല രസമുണ്ട്. എന്താ പറയാ, ഈ ഗോൾഡിന്റെ എനിക്കാണ് നല്ല ഒരു സിനിമ നടിയെ പോലില്ലേ, ഞാൻ തന്നെ എന്നെ പൊക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ശരിക്കും സൂപ്പർ, ഭയങ്കര രസമുണ്ട്. എല്ലോ ടോൺ കയറി വരുന്നുണ്ട് വീഡിയോക്ക്, ഭയങ്കര രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ കണ്ണാടി കാണിച്ചു, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ കൂടെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഭയങ്കര സുന്ദരിയാക്കിയിട്ടുണ്ട് ഇവരെന്നെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഇവരിൽ നിന്ന് ഇവരെന്നെ നന്നായിട്ട് ഒരുക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം ഇന്നലെ എന്നെ സുന്ദരിയാക്കി, ഇന്ന് അതിലും സുന്ദരിയാക്കി. ഇന്ന് എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇവരെന്നെ ഇവർ അതിൻ്റെ തന്നെ വലിയൊരു പാട്ടാണ്. ഇവരെന്നെ ഭയങ്കര രസമാക്കി തന്നു. ഇവർ തന്നെ എന്നെ കണ്ടുവിട്ടു ഗൈസ്. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല, കാരണം എന്നെ അത്രയ്ക്ക് എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു. മറ്റാരെക്കാളും പറയുന്നതിലും എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കമന്റ് ബോക്സിൽ പറയൂ.
അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ റൂമിൽ ചെറിയ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് അത്രത്തോളം മനസ്സിലാക്കില്ല കേട്ടോ നമ്മുടെ മേക്കപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് എടുത്തപ്പോൾ നല്ല ഗ്ലോയി ആയിട്ട് നല്ല നല്ല ഗ്ലാസ് സ്കിൻ ലുക്ക് വിത്ത് എയർ ബ്രഷിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ പറയുവാണ്. മെഹന്തിയുടെ വീഡിയോസും മീൻസ് ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചെന്ന സമയത്ത് ഭയങ്കര കാര്യം, വീട്ടുകാരായിക്കോട്ടെ എല്ലാവരും ഭയങ്കര കാര്യം. പിന്നെ ഭയങ്കര കുറേ നമ്മുടെ ഏജിലുള്ള കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് ഇനി അറേഞ്ച് ചെയ്യാനുണ്ട്. അതിന് മുന്നേ വന്ന് കുറച്ച് ഔട്ട്ഡോർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഗോൾഡൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡൊക്കെ അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞൊരു വർക്കിന് പോയതാ എന്നൊരു ഫീൽ എനിക്കില്ലായിരുന്നു. ഞാൻ എന്തോ സംസാരിച്ച് ലാസ്റ്റ് ആ വീട്ടിലെ കുട്ടികളെ പോലായിരുന്നു ഞാനും ചേച്ചി അവിടെ നിന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗോൾഡ് അറേഞ്ച് ചെയ്തു. ബ്രൈഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഗ്രൂമിന് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വെഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് അധികം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ വെഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡും ഗ്രൂമും നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മെഹന്തിയുടെയും നമ്മുടെ വെഡിങ്ങിൻ്റെയും കാണാം. എൻഗേജ്മെൻറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. മേക്കപ്പും ഗോൾഡും എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പം ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് മാച്ച് ആവുന്നുണ്ട് നമ്മുടെ ബ്രൈഡിന്. അതിൻ്റെ കൂടെ ആ ഗ്രീൻ ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 3 ലുക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻഗേജ്മെൻറ്റും വെഡ്ഡിങ്ങും എല്ലാം അടുപ്പിച്ചായതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു സെൻറ്റർ പാർട്ടീഷനും ഓപ്പൺ ഹെയർ സ്റ്റൈലും, വെഡ്ഡിങ്ങിന് നമ്മളൊരു ബൺ ഹെയർ സ്റ്റൈൽ വിത്ത് ലൈൻസ് ഒക്കെ കൊടുത്തു സെൻറ്റർ പാർട്ടീഷനും, ദെൻ അതിനുശേഷം മെഹന്തിക്ക് നമ്മളൊരു സൈഡ് പാർട്ടീഷനാണ് കൊടുത്തേക്കുന്നത്. കാരണം അടുപ്പിച്ചായതുകൊണ്ട് തന്നെ 3 ലുക്കും സെയിം ആയിപ്പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് എല്ലാം ഒരുപോലെ ആയിപ്പോകത്തില്ലേ. അപ്പോൾ ഈ ബ്രൈഡ് എന്നല്ല, എൻ്റെ ഏത് ബ്രൈഡായാലും എനിക്ക് എപ്പോഴും അവരുടെ ലുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് 3 ലുക്കിൽ അല്ലെങ്കിൽ 2 ലുക്ക് ചെയ്യുവാണെങ്കിൽ 2 ലുക്കിൽ കിട്ടണം. എന്നാലല്ലേ അവർക്ക് ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് കുറേ ഫോട്ടോസ് കിട്ടുന്നത്. സോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റും ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. സൈഡ് പാർട്ടീഷൻ അങ്ങനെ നമ്മുടെ ബ്രൈഡ് അങ്ങനെ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ സൈഡ് പാർട്ടീഷനൊക്കെ കൊടുത്ത് ലൈൻസ് ഒക്കെ കൊടുത്ത് ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് മെഹന്തിക്ക് കൊടുത്തേക്കുന്നത്. ഭയങ്കര സട്ടിലായിട്ട് സ്കിൻ മേക്കോറാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെ മെഹന്തിയുടെയും എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആളിങ്ങനെ ഓരോന്ന് പറയുവാണ്, വീണ്ടും ഓരോ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇൻസ്റ്റ ഐ ഡിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഗൈസ് 1 മാസമായിട്ടില്ല. അതിലും എന്നെ സുന്ദരിയായിട്ട് ഇവരെന്നെ എൻ്റെ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. മെഹന്തിക്ക് എന്നെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നാളെ കല്യാണത്തിനും ഒരുക്കും. നാളെ അവിടെ എത്തണം കേട്ടോ. അങ്ങനെ ആളുടെ സിസ്റ്ററിൻ്റെ മകളുടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഹന്തി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. എന്നിട്ട് നമ്മൾ മോർണിംഗ് കല്യാണത്തിന് വന്നു. അതാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആദ്യം കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഡിയേഴ്സ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.